Question. The law of contract in India is contained in options: Indian Contract Act 1862, Indian Contract Act 1962, Indian Contract Act 1872, Indian Contract Act 1972. Answer option C, Indian Contract Act 1872. An agreement enforceable by law is a promise, contract, obligations, lawful promise. Answer option B, contract. Contract. A contract is a legally binding agreement between two or more parties. രണ്ടോ അതിലധികമോ കക്ഷികൾ തമ്മിലുള്ള നിയമപരമായ ഒരു എഗ്രിമെൻ്റാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് റിക്വയർസ് മ്യൂച്വൽ അസെൻറ്റ്, ഓഫർ, ആക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ ആൻഡ് ലീഗൽ കപ്പാസിറ്റി. ഇതിന് പരസ്പര സമ്മതം, അതുപോലെ ഓഫർ, ആക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ, നിയമപരമായ ശേഷി എന്നിവയൊക്കെ ആവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ വോയിഡ് എഗ്രിമെൻറ്റ് ഈസ് വൺ വിച്ച് ഈസ് options valid but not enforceable, enforceable at the portion of both parties, enforceable at the portion of one party, not enforceable in court of law. Answer option D, not enforceable in a court of law. A void agreement is essentially a contract that has no legal validity from the beginning. തുടക്കം മുതൽ നിയമപരമായ സാധുത ഇല്ലാത്ത ഒരു കരാർ, ഒരു എഗ്രിമെൻ്റാണ് എ വോയിഡ് എഗ്രിമെൻറ്റ്. അതുപോലെ ഇറ്റ് ലാക്സ് ദ നെസസറി എലമെൻറ്റ്സ് ടു ബി കൺസിഡേർഡ് എ ബൈൻഡിങ് കോൺട്രാക്ട് സച്ച് ആസ് ഓഫർ, ആക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ ആൻഡ് ലീഗൽ കപ്പാസിറ്റി. അതായത് ഒരു നിർബന്ധിത കരാറായി കണക്കാക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ, അതായത് ഓഫർ, അതുപോലെ ആക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ ആൻഡ് ലീഗൽ കപ്പാസിറ്റി എന്നിവ ഇതിലില്ല. ഇത് അസാധുവായതിനാൽ ഒരു കക്ഷിക്കും ഒരു കോടതിയിൽ അത് നടപ്പിലാക്കാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് വോയിഡ്, നൈദർ പാർട്ടി ക്യാൻ എൻഫോഴ്സ് ഇറ്റ് ഇൻ കോർട്ട്. ക്വസ്റ്റ്യൻ. An agreement which is enforceable by law at the portion of one or more of the parties thereon but not at the option of the other or others is a option valid contract, void contract, voidable contract, illegal contract. Answer option C, voidable contract. A voidable contract is an agreement that is enforceable by law but only at the option of one or more of the parties, not at the option of the other or others. വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കരാറിനെയാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. എന്നാൽ ഒന്നോ അതിലധികമോ കക്ഷികളുടെ ഇഷ്ടപ്രകാരം മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ, മറ്റേയാളുടെ ഇഷ്ടപ്രകാരമല്ല. അതുപോലെ ദിസ് ടിപ്പിക്കലി ഒക്കേഴ്സ് വെൻ എ കോൺട്രാക്ട് ഈസ് ഒബ്റ്റെയിൻ ത്രൂ ദി ഡ്യൂറസ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ് ഓർ മിസ്റെപ്രസെൻറ്റേഷൻ. സമ്മർദ്ദം, അനാവശ്യ സ്വാധീനം, വഞ്ചന അല്ലെങ്കിൽ തെറ്റായ പ്രാതിനിധ്യം എന്നിവയിലൂടെ ഒരു കരാർ നേടിയെടുക്കുമ്പോഴാണ് ഇത് സാധാരണയായിട്ട് സംഭവിക്കുന്നത്. ദ പാർട്ടി ഹൂ വാസ് കോയേഴ്സ്ഡ്, ഇൻഫ്ലുവൻസ്, ഫ്രോഡഡ് ഓർ മിസ്റെപ്രസെൻറ്റഡ് ക്യാൻ ചൂസ് ടു വോയിഡ് ദ കോൺട്രാക്റ്റ്. നിർബന്ധിക്കുകയോ സ്വാധീനിക്കുകയോ വഞ്ചിക്കുകയോ തെറ്റായി പ്രതിനിധീകരിക്കുകയോ ചെയ്ത കക്ഷിക്ക് കരാർ അസാധുവാക്കാൻ ഇത് തിരഞ്ഞെടുക്കാം. Question. Which is the following is false? An offer to be valid must option intend to create legal relations, have certain and unambiguous terms, contain a term the non-compliance of which would amount to acceptance, be communicated to the person to whom it is made. Answer option C, contain a term the non-compliance of which would amount to acceptance. An offer is a proposal to enter into a contract. ഒരു കരാറിൽ ഏർപ്പെടാനുള്ള ഒരു നിർദ്ദേശമാണ് ഓഫർ എന്ന് പറയുന്നത്. എ വാലിഡ് ഓഫർ മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ദ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ, ഹാവ് ക്ലിയർ ആൻഡ് അൺആംബിഗ്വസ് ടേംസ് ആൻഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറി. ഒരു വാലിഡ് ഓഫർ നിയമപരമായ ബന്ധങ്ങൾ സൃഷ്ടിക്കാനുള്ള ഉദ്ദേശം അറിയിക്കുകയും വ്യക്തവുമായ നിബന്ധനകൾ ഉണ്ടായിരിക്കുകയും ഓഫർ സ്വീകരിക്കുന്നയാളെ അറിയിക്കുകയും വേണം. However, a term in the offer does not need to stipulate that
നോൺ കമ്പാലൻസ് വുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ആക്സെപ്റ്റൻസ്. എന്നിരുന്നാലും ഓഫറിലെ ഒരു ടേം പാലിക്കാത്തത് ആക്സെപ്റ്റൻസിനെ സൂചിപ്പിക്കുന്നില്ല. ആക്സെപ്റ്റൻസ് ഈസ് എ സെപ്പറേറ്റ് ആക്ട് ഓഫ് എഗ്രിമെൻറ്റ് ബൈ ദി ഓഫറി. ആക്സെപ്റ്റൻസ് എന്നത് ഓഫർ സ്വീകരിക്കുന്നയാളുടെ ഒരു പ്രത്യേക കരാറാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദി ഓഫർ ഇറ്റ്സെൽഫ് ആൻഡ് ദ കണ്ടീഷൻസ് ഫോർ ആക്സെപ്റ്റൻസ്. ഓഫറും ആക്സെപ്റ്റൻസിനുള്ള വ്യവസ്ഥകളും തമ്മിൽ വേർതിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. The offer outlines the terms of the proposed agreement, while acceptance is the offeree's affirmative response to those terms. ഓഫർ നിർദ്ദിഷ്ട കാര്യത്തിൻ്റെ നിബന്ധനകൾ വിവരിക്കുന്നു. അതേസമയം ആക്സെപ്റ്റൻസ് എന്നത് ആ നിബന്ധനകളോടുള്ള ഓഫർ സ്വീകരിക്കുന്ന ആളുടെ അഫിർമേറ്റീവ് റെസ്പോൺസാണ്. ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസൾട്ട് ഇൻ ആൻ ഓഫർ? ഓപ്ഷൻസ്: എ ഡിക്ലറേഷൻ ഓഫ് ഇൻറ്റൻഷൻ, an invitation to offer, an advertisement offering reward to anyone who finds lost dog of the advertise, an offer made in a joke. Answer: option C, an advertisement offering reward to anyone who finds lost dog of the advertise. An offer is a clear and definite proposal to enter into a contract with a specific terms. An advertisement offering a reward for a lost dog meets these criteria. It communicates a willingness to be bound by the terms of the offer, rewarding the finder. If someone accepts the offer by fulfilling the condition, finding the dog. ഓഫർ എന്ന് പറയുന്നത് നിർദ്ദിഷ്ട നിബന്ധനകളോടെ ഒരു കരാറിൽ ഏർപ്പെടുന്നതിനുള്ള വ്യക്തവും കൃത്യവുമായ നിർദ്ദേശമാണ്. നഷ്ടപ്പെട്ട നായയ്ക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന പരസ്യം ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു. വ്യവസ്ഥ പാലിച്ചുകൊണ്ട് നായയെ കണ്ടെത്തുന്നതിലൂടെ ആരെങ്കിലും ഓഫർ സ്വീകരിച്ചാൽ ഓഫറിൻ്റെ നിബന്ധനകൾ കണ്ടെത്തുന്നയാൾക്ക് പ്രതിഫലം നൽകൽ പാലിക്കാനുള്ള സന്നദ്ധയാണ് ഇത് സൂചിപ്പിക്കുന്നത്. Question: an agreement made with an alien enemy is options: unlawful on the ground of public policy, unlawful because it becomes difficult to be performed, valid, voidable. Answer: option A, unlawful on the ground of the public policy. Public policy means laws and regulations designed to protect the public interest, such as നാഷണൽ സെക്യൂരിറ്റി, അതായത് ദേശീയ സുരക്ഷ പോലുള്ള പൊതു താൽപ്പര്യം സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത നിയമങ്ങളെയും ചട്ടങ്ങളെയും സൂചിപ്പിക്കുന്നു. അലൈൻ എനിമി മീൻസ് സിറ്റിസൺ ഓഫ് എ കൺട്രി അറ്റ് വാർ വിത്ത് ദി കറൻറ്റ് നാഷൻ, അതായത് നിലവിലെ രാജ്യവുമായി യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തെ പൗരനെ സൂചിപ്പിക്കുന്നു.